സുഖിത്വ ദുഃഖത്വാദി ദർശനാലേരിചേരുന്ന നിലയ്ക്കതേ ലോകദുഃഖേന ബഹിരിശ്രുതി പ്രത്യക്ഷാദി വിരോധ ദൈത്യമിതി ഉപാധ്യാശ്രയ ജനിത വിശേഷ വിഷയത്വ പ്രത്യക്ഷാദി ദുഷ്ടേ ദൃഷ്ടാരം പശ്യ വിജ്ഞാതാരമരേക്കേന വിജാനീയാത് അവിജ്ഞാതം വിജ്ഞാത്ര ഇത്യാദി ശ്രുതിഭ്യോ നാത്മവിഷയം വിജ്ഞാനം. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. കിന്തർഹി ബുദ്ധി ആദി ഉപാധി ആത്മപ്രതിച്ഛയാ വിഷയമേവ സുഖിതോഹം ദുഃഖിതോഹം ഇത്യവുമാതി. അഹം സുഖി എന്ന് മറ്റുള്ള അനുഭവം, ഞാൻ ദുഃഖിയാണ് സുഖിയാണ് എങ്കിൽ അഹം എന്നുള്ള അനുഭവം, ഈ അനുഭവം ആത്മാവിനാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നാണ് സാധാരണ നമ്മുടെ അനുഭവം. ഞാൻ എന്ന് പറയുന്നത് തന്നെ ബോധിപ്പിക്കുന്നു. അത് ശരീരം അല്ല, കാരണം എന്റെ ശരീരം എന്നിട്ട് ശരീരത്തെ കുറിച്ച് പറയും. അപ്പൊ അഹം എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയും അനുഭവിക്കുന്നു, മനസ്സിനെ, സുഖദുഃഖങ്ങളെ, സുഖി ദുഃഖി ഇതിനെയൊക്കെ അനുഭവിക്കുന്നവനെ ബോധിപ്പിക്കുകയാണ്. സുഖ്യഹം, ഞാൻ സുഖിയാണ്, ദുഃഖ്യഹം. അങ്ങനെ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ആര്? ശരീരം എന്നാണ്. സുഖദുഃഖങ്ങളെല്ലാം മനസ്സിലാണ്. അപ്പൊ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഞാൻ ആത്മാവ്, അതാണ് തന്റെ സ്വരൂപം. തന്റെ സ്വരൂപം അഹംബുദ്ധിക്ക് വിഷയമായിരിക്കുന്നത്. അല്ലെങ്കിൽ അഹമെന്ന ബുദ്ധിയിലൂടെ ആരെയാണോ അറിയുന്നത് അതാണ് തന്റെ സ്വരൂപം, അല്ലെങ്കിൽ അതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവ് വിഷയമാണ്. ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാണ് എന്നാണ്. അതല്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. അതല്ല, ശരീരത്തെ അറിയുന്നത് ഞാൻ, സുഖത്തെയും അറിയുന്നുണ്ട് ഞാൻ. സുഖത്തെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ സുഖി എന്ന് പറയുന്നത്. പക്ഷെ സുഖത്തെ അറിയുന്നവനായ ഞാൻ ഞാൻ എവിടെയാണ് അനുഭവപ്പെടുന്നത്?
അതാണ് ആത്മാവ്. ഞാനെന്ന അനുഭവം എവിടെയാണോ പ്രതിഫലിക്കുന്നത്, ഒരു പ്രതിഫലനം പോലെ. അതെന്തിന്റെ പ്രതിഫലനമാണ്? ബോധത്തിന്റെ, അറിവിന്റെ പ്രതിഫലനം. ഏതൊരു അറിവിന്റെ പ്രതിഫലനം അതിനെ സാക്ഷി എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഞാൻ തന്നെ ആയിക്കൂടെ ആത്മാവ്, തന്റെ സ്വരൂപം. അതിനപ്പുറം പിന്നീട് അതിന്റെ പിന്നിലൊരു സാക്ഷിയെ എന്തിനു സ്വീകരിക്കണം? അതിനാണ് പറയുന്നത് ഇന്ന ഹൃദയ വിക്രിയാം ദുഃഖി സാക്ഷിതാക വികാരണ. സുഖം അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചിട്ടാണ് സുഖി ദുഃഖി എന്ന് പറയുന്നത്. സുഖി ദുഃഖി, ഞാൻ സുഖമുള്ളവനാണ് ദുഃഖമുള്ളവനാണ്, ഈ അനുഭവം ഒരു വികാരമാണ്. അവിടെ ഞാൻ അനുഭവിക്കുന്നവനുണ്ട്, അനുഭവവിഷയമായ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ട്. അനുഭവിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നു. ഇത്രയുണ്ടെങ്കിൽ അത് വികാരമാണ്, അതൊരു മാറ്റമാണ്. അനുഭവത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം, അന്ധകരണത്തിലെന്നോ അനുഭവത്തിലെന്നോ പറയും. മാറ്റത്തെയാണ് വികാരം എന്ന് പറയുന്നത്. അത് സുഖമായിരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ദുഃഖമായി മാറുന്നു എന്നാണ് പറയുന്നത്. അത്തരമൊരു വികാരം കൂടാതെ നഗരത്തെ വിക്രിയം സുഖീസ്യ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ആന്തരികമായൊരു വികാരം, ഒരു പരിണാമം, ഒരു മാറ്റം, ആ മാറ്റം സംഭവിക്കാതെ നമുക്ക് സുഖാനുഭവം ഉണ്ടാകത്തില്ല, ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല. അതിന് എത്ര വലിയ സുഖാനുഭവമായാലും ശരി, ആത്മാനന്ദമാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളൊരു സുഖത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടോ, അതൊരു വികാരമാണ്, ഒരു മാറ്റമാണ്, അറിവിൽ സംഭവിക്കുന്ന വികാരം. അന്ധകരണത്തിന്റെ പരിമാണം എന്ന് പറയാം, അല്ലെങ്കിൽ അറിവിന്റെ ഒരു പ്രതിഫലനം. സൂര്യന് നാനാതരത്തിലുള്ള പ്രതിഫലനങ്ങൾ, ദർപ്പണം, ജലം തുടങ്ങിയ സ്വച്ഛമായ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് പോലെ അറിവിന്റെ ഒരു പ്രതിഫലനം സുഖം ദുഃഖി എന്ന് പറയും. അവിടെ സൂര്യന് പ്രതിഫലിക്കുന്നതിന് സ്വച്ഛ തലം വേണം. അതുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നത് ആ ചൈതന്യ പ്രതിഫലനത്തിന് അന്ധകരണമാണ് ഉപാധി, അത് വികാരമാണ്. പക്ഷെ വികാരത്തെയും ഗ്രഹിക്കുന്നു. സുഖി എന്നുള്ള വികാരത്തെയും ദുഃഖി എന്നുള്ള വികാരവും എവിടെയാണ് പ്രതിഫലിക്കുന്നത്, എന്തിനെ ആശ്രയിച്ചിട്ടാണ് പ്രതിബിംബം നിൽക്കുന്നത്? കേവലം പ്രതലത്തെ ആശ്രയിച്ചിട്ടാണോ? അല്ല, ബിംബത്തെ ആശ്രയിച്ചിട്ടാണ്. അവിടെ ബിംബത്തിന്റെ ധർമ്മങ്ങളാണ് കാണുന്നത്, പ്രതിബിംബത്തിൽ കാണുന്നത് ബിംബധർമ്മങ്ങളാണ്. അതുപോലെ ഇവിടെ എന്താണ് അനുഭവം? ബിംബധർമ്മം, അതാണ് പ്രതിബിംബത്തിൽ കാണുന്നത്. സുഖം ദുഃഖം, സുഖി ദുഃഖി എന്നുള്ള അനുഭവത്തിൽ കാണുന്നത്. ആ ബിംബധർമ്മത്തിൽ മാറ്റങ്ങൾ കാണുന്നു, പ്രതിബിംബത്തിൽ ചലനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഉപാധി ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും. അതുകൊണ്ട് ഉപാധിയുടെ ചലനമാണ്, ഉപാധിയുടെ പരിണാമമാണ് സുഖദുഃഖങ്ങൾ. ആ ഉപാധിയിലുള്ള ചിച്ഛായ, ചിത് പ്രതിബിംബം, അതിനും ആ ചലനം വരുന്നതുകൊണ്ടാണ് അവിടെ സുഖം ദുഃഖം അനുഭവം ഉണ്ടാകുന്നത്. അതിന് ചൈതന്യം, ശുദ്ധമായ ചൈതന്യത്തിന് അതിനോട് വരുന്ന താതാത്മ്യം, അതുകൊണ്ടാണ് സുഖദുഃഖ അനുഭവം വരുന്നത്. വാസ്തവത്തിൽ എന്താണ്? അതിന്റെ പിന്നിലുള്ള ചൈതന്യം, അത് സാക്ഷിയാണ്. അതിന് വികാരങ്ങളില്ല. അതിനും വികാരം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ അറിയാൻ വേറൊരാൾ വേണം, അതിനെ അറിയാൻ വേറൊരാൾ വേണം, അങ്ങനെ പോകും. ഇതങ്ങനെയല്ല. അനുഭവം എന്താണ്? സ്വദുഃഖാദികളുടെ അനുഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടിരിക്കുന്നു. മാറുന്നതിൻ്റെ ഒരു ആശ്രയം പോലെ.
എന്തിനെ ആശ്രയിച്ചാണ് മാറുന്നത്? അത് ബോധം. അതിനാശ്രയിച്ച് മാറുന്നു. അത് നിർവികാരിയാണ്. ആണ് പറയുന്നത് ധീ വിക്രിയ സഹസ്രാണ. ധീവികാരങ്ങൾ, ബുദ്ധിവികാരങ്ങൾ, ആഭാസസഹിതമായ ബുദ്ധി, അതിന്റെ മാറ്റം, പ്രതിബിംബസഹിതമായ ജലം, അതിന് കാറ്റുകൊണ്ട് ചലനം വരുന്നു. അതുപോലെ ആഭാസസഹിതമായ ബുദ്ധി, ആ ബുദ്ധി വിക്രിയ സഹസ്രാണ്. അതിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സാക്ഷി. അതെവിടെയാണോ സംഭവിക്കുന്നത് എന്നാണ്. നമ്മൾ സാധാരണ സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി കാണുന്നവൻ, ആ പ്രവൃത്തിയിൽ നിന്നും മാറി നിന്നു. സാക്ഷിയതി ഇടപെടാൻ പാടില്ല എന്നാണ്. രണ്ടുപേര് വഴക്കുണ്ടാക്കി, മൂന്നാമതൊരാൾ കാണുന്നു. കാണുന്നവൻ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അയാൾ സാക്ഷിയായി? അയാളതിൽ കക്ഷിയല്ല, വാദിയും പ്രതിയുമല്ല. ആ പ്രവർത്തനത്തിൽ നിന്നും അയാൾക്ക് യാതൊരു പങ്കുമില്ല, പക്ഷെ അയാളുടെ മുമ്പിൽ നടക്കുന്നു. അതുപോലെ സാക്ഷിക്ക് സുഖദുഃഖാദി വികാരങ്ങളിൽ ഒരു പങ്കുമില്ല. എന്നാൽ ആ സാക്ഷിയുടെ പ്രകാശത്തിൽ ഇതെല്ലാം നടക്കുന്നു. എങ്ങനെയാണോ സൂര്യന്റെ പ്രകാശത്തിൽ നാമരൂപങ്ങളെല്ലാം പ്രകാശിക്കുന്നത്, അനുഭവപ്പെടുന്നത്, വിവിധ വർണ്ണങ്ങൾ ഒരു പ്രകാശത്തിൽ അനുഭവപ്പെടുന്നു. രക്തപീതാദി വർണ്ണങ്ങൾ, രൂപങ്ങൾ, നാനാകൃതികളെല്ലാം പ്രകാശത്തിനതുമായിട്ടെന്താ ബന്ധം? പ്രകാശത്തിനതുമായിട്ട് ബന്ധമില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അതെല്ലാം വിഷയമാകുന്നു, ബുദ്ധിക്ക് വിഷയമാകുന്നു, അല്ലെങ്കിൽ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാകുന്നു. അതുപോലെയാണ് സാക്ഷിക്ക് സാധാരണ വഴക്ക് കൂടുമ്പം കാണുന്നവനത് നോക്കണമെന്ന ഒരു ജോലിയുണ്ട്. അവനത് കാണുന്നു, അവന്റെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നു, അവനതിനെ ഗ്രഹിക്കുന്നു. ഇത് വാദി ഇന്നയാളാണ്, പ്രതി ഇന്നയാളാണ് എന്നെല്ലാം ഗ്രഹിക്കുന്നു. ഇവിടെ സാക്ഷിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ കേവലം ദർശനം, അത് മാത്രം സംഭവിക്കുന്നു. നിൽക്കുന്ന വികാരങ്ങൾക്ക് ദർശനം മാത്രം, എന്നുവെച്ചാൽ വികാരങ്ങളുടെ പ്രകാശം മാത്രം സാക്ഷിയിലൂടെ സംഭവിക്കുന്നു. അതിന് സാക്ഷിക്ക് പ്രവൃത്തിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സാക്ഷി അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഈ വികാരങ്ങളെ കാണാൻ വേണ്ടി അതിന് പ്രത്യേകിച്ചൊരു കണ്ണിന്റെ ആവശ്യമില്ല. അതിന്റെ സ്വഭാവം തന്നെ എന്താണോ അതിനെ പ്രകാശിപ്പിക്കുക. അഗ്നിയുടെ സ്വഭാവം തന്നെ എന്താണ്? ദഹിപ്പിക്കുക. അതിനുവേണ്ടി അഗ്നിക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അഗ്നിക്ക് മറ്റൊന്നായി മാറേണ്ട കാര്യമില്ല. അതിന്റെ സ്വരൂപം തന്നെ അതാണ്. അതുപോലെ സാക്ഷിയുടെ സ്വരൂപം തന്നെ എന്താണ്? പ്രകാശമാണ്, പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ ധീവിക്രിയ സഹസ്രാണ്. ധീവിക്രിയ സഹസ്രം, നിരന്തരമായ ഈ മാനസിക വ്യാപാരങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ പ്രകാശിപ്പിക്കുന്നവനായി നിൽക്കുന്ന സാക്ഷി അഹം, ആ സാക്ഷിയാണ് താൻ. സാക്ഷിയാണ് താനെന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയകളാണ്. ധീവിക്രിയയ്ക്ക് അത് പറയാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയയാണ്, ബുദ്ധിവികാരമാണ്. അല്ല സാക്ഷിക്ക് അത് പറയാൻ പറ്റത്തില്ല. ആണ് പറഞ്ഞത് നിത്യതേ ന വിജ്ഞാതാരം ഹരേക്കേന വിജാനീയ ന ദൃഷ്ടേ ദൃഷ്ടാരം പശി. സാക്ഷിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ ബ്രഹ്മമാണ്. സാക്ഷിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ പറയുന്നതെല്ലാം ധീവികാരങ്ങളാണ്, ബുദ്ധിവികാരങ്ങളാണ്, അറിവിന്റെ പരിണാമങ്ങളാണ്. അത് ഏത് വന്നാലും ശരി, സാക്ഷിയെ സംബന്ധിച്ച് പക്ഷഭേദമില്ല. ഇന്നത് പ്രകാശിപ്പിക്കണം, ഇന്നത് പ്രകാശിപ്പിക്കാൻ പാടില്ല. സുഖം വന്നാൽ അതിനെ കാണിക്കണം, ദുഃഖം വന്നാൽ അതിനെ കാണിക്കാൻ പാടില്ല എന്നില്ല. സുഖദുഃഖങ്ങളെ ബാഹ്യമായ ഉപായങ്ങളിലൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല. താത്കാലികമായ ശാന്തി വരത്തുള്ളൂ. എന്തുകൊണ്ട്? സാക്ഷിയുടെ സ്വഭാവം തന്റെ മുമ്പിൽ എന്ത് പ്രത്യക്ഷപ്പെട്ടാലും അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്.
അത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ നോക്കുക വലിയ ശ്രമകരമാണ്. എന്തുകൊണ്ട്? ചിത്തത്തിന്റെ സ്വഭാവം അത് സ്വതവേ പരിണാമിയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ അതിന് പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ആ പരിണാമത്തിൽ ജീവന് പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. അത് രാജസ താമസ സാത്വിക ഗുണങ്ങളാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗുണങ്ങൾക്കനുസരിച്ച് പരിണാമം വരും. സാത്വിക പരിണാമം വരുമ്പം സുഖപരിണാമം, സാക്ഷി സുഖത്തെ പ്രകാശിപ്പിക്കും. ശരി, എന്നാൽ നിരന്തരം ബുദ്ധിക്ക് സാത്വിക പരിണാമത്തെ ഉണ്ടാക്കി സുഖത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജീവന് അല്ലെങ്കിൽ ചിതാഭാസന് സദാ ആനന്ദത്തെ ഇരിക്കാൻ പറ്റുമോ? അതും കഴിയത്തില്ല. കാരണം ഗുണം മിശ്രമായേ ഇരിക്കും. ഗുണത്തിന് കേവല സാത്വിക രൂപത്തിൽ ഇരിക്കാൻ കഴിയില്ല. അത് രാജസ താമസ ഭാവങ്ങളിലേക്ക് പോകും. ഒന്ന് അധികരിക്കാൻ കഴിയും, അത് കഴിയും. പക്ഷെ മറ്റു രണ്ട് ഗുണമായിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിൽ നിന്നും അന്ധകരണത്തിൽ നിന്നും സുഖദുഃഖങ്ങളെല്ലാം മാറ്റി നിത്യസുഖത്തിലിരിക്കാമെന്നെല്ലാം പറയുന്നത് ഒരു കൽപ്പനയാണ്. അത് ചോദക വാക്യങ്ങളാണ്. കേൾവിക്കാർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്യങ്ങളാണ്. എന്നുവെച്ചാൽ വസ്തു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ജീവന് സാധ്യമല്ല. എന്തുകൊണ്ടത് ഈശ്വര സൃഷ്ടമാണ്. അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉഷ്ണമാണ്, അതിനെ മാറ്റാൻ പറ്റത്തില്ല. ജലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശീതമാണ്, അതിനെ മാറ്റാൻ കഴിയില്ല. അത് ഒന്നേ കഴിയും. എന്താണ്? ഉഷ്ണമായ അഗ്നിയെ ഉഷ്ണമായി അനുഭവിക്കുക. അതേ കഴിയും. ശീതമായ ജലത്തെ ശീതമായി അനുഭവിക്കുക. പിന്നെ എന്താണ് നമുക്ക് പരമാവധി ചെയ്യാന്നുള്ളത്? ഉഷ്ണം വന്നു കഴിഞ്ഞാൽ എ സിക്കകത്തിരിക്കാം, ശീതം വന്നു കഴിഞ്ഞാൽ ഹീറ്റർ വെച്ചിരിക്കാം. ഇതൊക്കെ കഴിയും. അതെന്താണ്? പ്രതിവിധികൾ. അതൊന്നുകൊണ്ട് ആ വസ്തുവിന്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ അതിനെ ചിതാഭാസന്റെ പ്രവൃത്തിയുടെ ഭാഗമായി അതിങ്ങനെ നിലനിൽക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയുള്ളൂ നമ്മൾ ദുഃഖത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്, സുഖത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എ സിക്കകത്തിരിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൂ. ബാഹ്യമായൊരു ഉപായമാണ്. എന്തെങ്കിലും ആന്തരികമായ ഉപായത്തിലൂടെ ദുഃഖത്തെ മാറ്റി സുഖത്തെ നിലനിർത്താൻ ശ്രമിച്ചാലും ശരി, അത് നമ്മൾ ബാഹ്യമായി ചെയ്യുന്നത് പോലെയുള്ളൂ. ഒന്ന് ബാഹ്യമായി ചെയ്യുന്നു, ഒന്ന് ആന്തരികമായി ചെയ്യും. ചിലർ ബാഹ്യമായി എന്ത് ചെയ്യുന്നു? ശീതോഷ്ണാദികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സുരക്ഷിതമായിരിക്കുന്നു. അത് ബാഹ്യമായ സാധനം. അതുപോലെയാണ് മാനസികമായ സാധനങ്ങൾ. എന്താണ്? സുഖദുഃഖാദികൾ ഒഴിവാക്കാൻ വേണ്ടി ജപിക്കുന്നു, ധ്യാനിക്കുന്നു. ഇതൊന്നും സ്ഥായിയായ പരിഹാരങ്ങളല്ല. ചിത്തത്തിന്റെ സ്വഭാവത്തെ, പരിണാമത്തെ ഇതുകൊണ്ടൊന്നും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കുറെ വ്യത്യാസം വരുത്താം, ഇത്രയേ ഉള്ളൂ. ശീതമായ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ അത് കുറയും. പക്ഷെ ശീതത്തിന്റെ സ്വഭാവത്തിന് കൊണ്ട് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ടും ഉപാസനാദികൾ കൊണ്ടും ഈ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. കുറച്ചൊക്കെ ഭേദപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇത് ചിത്ത പരിണാമമാണ്. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തം ഉള്ളിടത്തോളം കാലം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തനാശമോ അത് സംഭവിക്കുന്നത് കണ്ട് അത് അനാദി അനന്തമാണത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ പിന്നെന്താ ഇതിന് പരിഹാരം? പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ്? ധീവിക്രിയ സഹസ്രാണാം സാക്ഷ്യദോഹം അവിക്രിയ. ഇതേ ഉള്ളൂ. രണ്ടിന്റെയും സ്വഭാവത്തെ മനസ്സിലാക്കുക. ധീ, അതിന്റെ സ്വഭാവം വികാരമാണ്. അതിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. താനെന്താണ്? അവിക്രിയ സാക്ഷി. താൻ അവിക്രിയമായ സാക്ഷിയാണ്. ഇങ്ങനെയുള്ള ആത്മാനാത്മ വിവേകം. ഈ ആത്മാനാത്മ വിവേകം മാത്രമേ ഉള്ളൂ ഇതിന്റെ പരിഹാരം. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ താതാത്മ്യം, അന്ധകരണത്തിൽ വരുന്ന സുഖദുഃഖാദി പരിണാമങ്ങളോട് അതും
ഈ ആത്മപ്രതിബിംബ സഹിതമായിരിക്കുന്ന ആ പരിണാമത്തോട് ഉള്ള താതാത്മ്യം വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. ആ താതാത്മ്യ ഹേതു, ആ താതാത്മ്യ ഫലം, ഇതെല്ലാം അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളുമാണ്. അതിന് ഈ വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. അതെങ്ങനെ? അതാണ് അടുത്ത് പറയുന്നത്. സുഖദുഃഖാദി സംബന്ധ യഥാ ദണ്ഡേന ദണ്ഡിനം രാധവോ വീക്ഷതേ ബുദ്ധി സാക്ഷി തദ്വത സംഹത. ബുദ്ധി ഇങ്ങനൊരു പാഠത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ഏതൊരു ബുദ്ധിയാണോ ഈ സുഖദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിനോട് പറയുന്നു രാധകൻ, അധിഷ്ഠ, പറഞ്ഞല്ലോ ചിതാഭാസൻ, ആ ചിത് പ്രതിബിംബം. ആ ചിത് പ്രതിബിംബം തന്നെ ഈ സുഖദുഃഖ അധിമാനായിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നോട്ട് മാറാൻ അതിന് കഴിയത്തില്ല. അതതിന്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ലല്ലോ. പക്ഷേ അവിടെ തന്നെ അതിനെങ്ങനെ മനസ്സിലാക്കുന്നു ഈ അനുഭവത്തെ? സുഖദുഃഖാദി സംബന്ധം യഥാ ദണ്ഡേന ദണ്ഡിനം. ഒരുവൻ വഴി നടക്കുന്നു. വഴി നടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ ഇരുന്നവര് കണ്ട ഒരു വടി കയ്യിലെടുത്തു. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടില്ല, സാറിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. വഴി നടക്കുമ്പോൾ വഴിയിലൊരു മരത്തിന്റെ ഇല കണ്ടാൽ അതിനെ കൈകൊണ്ട് പറിച്ചെടുക്കും. ബോധപൂർവമല്ല. പിന്നീട് അതിനെ നടന്നു പോകുമ്പോൾ അതിനെ വലിച്ചെറിയും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യുന്നവനിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സാധനം കയ്യിൽ വരുന്നതും പോകുന്നതും പോലും അറിയുന്നില്ല. കാരണം അയാൾ ചിന്താവ്യഗ്രനായിരിക്കും, മറ്റെന്തെങ്കിലും ആലോചിച്ച് നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉദാസീനനായിരിക്കും, പ്രതീക്ഷൊന്നും ചിന്തിക്കാതെ നടക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രവൃത്തികൾ അയാളെ സംബന്ധിച്ചിടത്തോളം വരുന്നു പോകുന്നു. അവിടെ ഈ പറയുന്ന തരത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധികളൊന്നുമില്ല. തന്റെ കൈ വരുന്നു പോകുന്നു, തന്നെ എടുക്കുന്നു, വലിച്ചെറിയുന്നു. വെറുതെ അലക്ഷ്യമായൊരു സംഭവം സഞ്ചരിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് വീശിയെറിയുന്നു. അതൊന്നും ഇല്ല. അതുപോലെ ഈ ചിതാഭാസൻ ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിടുന്നു. സുഖദുഃഖാദികളെ സാക്ഷിയല്ല. അത് ആ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അവൻ സുഖിമാനായിരിക്കുന്നു. വിഷയങ്ങളെ വിടുമ്പോൾ അവൻ സുഖമില്ലാത്തവനാവുന്നു, മറ്റൊന്നായിരിക്കുന്നു. അവൻ എന്തെങ്കിലും ഒന്നായിരിക്കാനേ പറ്റൂ. ചിത്ത സദാ പരിണാമിയായതുകൊണ്ട് നിർവികാരമായിരിക്കാൻ ചിത്തത്തിന് കഴിയില്ല. സാക്ഷിക്ക് മാത്രമേ നിർവികാരാവസ്ഥയുള്ളൂ. ഇതിന്റെ സ്വഭാവമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വിശ്രാന്തിയില്ല. നിരന്തരമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്തത്തിന് വിശ്രാന്തിയില്ല. അത് വിശ്രാന്തി വരണമെങ്കിൽ അതില്ലാതാകണം. അതിനാണ് സുഷുപ്തി. അവിടെ ചിത്ത വിശ്രാന്തിയാണ്. അവിടെ പരിണാമമില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ അങ്ങനെയല്ല. അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഈ ചിതാഭാസൻ സുഖദുഃഖാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിടുന്നു. ഒന്നിനെ ഗ്രഹിക്കുന്നു, വേറൊന്നിനെ വിടുന്നു. വിടുമ്പോൾ അവൻ സുഖിമാനായി, സുഖമില്ലാത്തവനാകുന്നു. പക്ഷെ അങ്ങനെ സുഖമില്ലാത്തവനായിരിക്കാൻ കഴിയില്ല. അപ്പം മറ്റെന്തിനെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഉദാസീനത അതിനെ പിടിക്കുന്നു. അല്ലേ? ഒരാൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ പ്രവൃത്തി ശൂന്യനല്ല. എന്തുകൊണ്ട്? അവന് ആലസ്യം എന്നുള്ള ധർമ്മത്തെയാണ് അവൻ ഗ്രഹിച്ചിരിക്കുന്നത്. ഉദാസീനത എന്ന് പറയുന്ന ധർമ്മത്തെ ഗ്രഹിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ധർമ്മം അവനിലുണ്ടാവും. ഇന്ന് സാക്ഷി സ്വഭാവമല്ല, ജീവസ്വഭാവമാണിതെല്ലാം. കർമ്മശൂന്യത എന്ന് പറയുന്നത് എന്താ?
അത് ഒരുതരം അലസതയാണ്. അവിടെ അവന്റെ ചിത്തത്തിലൊരു ധർമ്മമുണ്ട്, ആലസ്യധർമ്മം, ജഡത, ചിത്തത്തിന്റെ മോഹധർമ്മം, ഇതെല്ലാം ചിത്തധർമ്മങ്ങളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ധർമ്മത്തെ അവലംബിച്ചിരിക്കും. അതാണ് ചിത്തത്തിന്റെ സ്വഭാവം. അത് അവിടെ എങ്ങനെയാണോ ഇവിടെ പറയുന്നു, യഥാ ദണ്ഡേന ദണ്ഡിനം, ദണ്ഡന അവൻ എടുക്കുന്നു, ദണ്ഡന വിടുന്നു. ഇതുപോലെ രാധകോ വീക്ഷതേ ബുദ്ധി, ഈ ബുദ്ധി ഇതിനെ ഇങ്ങനെ കാണും. ഈ ഗ്രഹണത്യാഗങ്ങളെ വിവേകബുദ്ധി കാണുന്നു. എന്നിട്ട് ആ വിവേകബുദ്ധി പറയുന്നു എന്താണ്? സാക്ഷി തദ്വത് അസംഹത, സാക്ഷി അതുപോലെ അസംഹതനാണ് എന്ന് വിവേകബുദ്ധി പറയുകയാണ്. അത് വിവേകബുദ്ധിയുടെ അനുഭവമാണ്. ഇതിനോട് ബന്ധമില്ലാതിരിക്കുന്നു. ഈ വ്യവഹാരങ്ങളിൽ അവൻ ബന്ധമല്ലാതിരിക്കുന്നു. ജീവനത്തിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലേതാണ് ജീവന്റെ സ്വഭാവം? ജീവൻ ഓരോ വിഷയത്തെ ഗ്രഹിക്കുന്നു. സുഖം ജീവന്റെ സ്വഭാവമാണോ? അല്ല. അല്ലെങ്കിൽ ഈ ചിദാഭാസന്റെ സ്വഭാവമാണോ? അല്ല. സ്വഭാവമാണെങ്കിൽ മാറാൻ പാടില്ല, അഗ്നിയുടെ വൃക്ഷത്തെ പോലെ. പക്ഷെ ഇവന് അടുത്ത നിമിഷം എന്തായി മാറുന്നു? ദുഃഖിയായി മാറുന്നു. അവന് സുഖമായിരിക്കാൻ കഴിയുന്നില്ല, ദുഃഖിയായിരിക്കാൻ കഴിയുന്നില്ല, അലസനായിരിക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭാവങ്ങളും അവന് വിടേണ്ടി വരുന്നു. നിമിഷം പ്രതി ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിത്താതാത്മ്യം വന്ന അന്ധകരണത്തിലാണ്. ആ ചിത്ത് രൂപത്തിൽ അവിടെ തന്നെ പാലും വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വെള്ളം വെള്ളമായിട്ടും പാല് പാലായിട്ടുമുണ്ട്. പാലിന്റെ സ്വഭാവ ഗുണങ്ങളെ ഒന്നും വിടാത്ത ആ പാലിന്റെ സൂക്ഷ്മഗണങ്ങൾ അവിടെയുണ്ട്. ജലത്തിന്റെ സ്വഭാവ ഗണങ്ങളെല്ലാം അത് വിടാത്ത ജല അംശവും അവിടെയുണ്ട്. രണ്ടും നമ്മൾ മിശ്രമായി കാണുന്നുണ്ടെങ്കിലും അവിടെ പാല് പാലായിട്ടും വെള്ളം വെള്ളവുമായിട്ട് തന്നെ. രണ്ടിനും അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. പക്ഷെ അതിസൂക്ഷ്മമായി അത് സ്ഥിതി ചെയ്യുന്നുണ്ട്, നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ചിത്തത്തിൽ ചിത്തും ചിത്തവും രണ്ടും ചേർന്നിരിക്കുകയാണ്. ഇവിടെ വിവേകം എന്താണ് പറയുന്നത്? ആ ചിത്തവും ചേർന്നിരിക്കുന്നിടത്ത് ആ കേവലമായ ചിത്ത് അത് സാക്ഷി അസംഹതനാണ്. എന്തുകൊണ്ട്? ഈ ചിദാഭാസനായി നിന്നുകൊണ്ട് അത് ദണ്ഡത്തെ എടുക്കുന്നു, വിടുന്നു, മറ്റൊന്നിനെ എടുക്കുന്നു, വിടുന്നു. ഈ സമയത്തെല്ലാം അത് അസംഹതനാണ്. ഇതൊന്നും അതിന്റെ സ്വഭാവമല്ല. സ്വഭാവമാണെങ്കിൽ വിടാൻ പറ്റത്തില്ല. ഇതാ ചിത്തിന്റെ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും അതിന് ഒന്നിനെ വിട്ട് വേറൊന്നും എടുക്കാൻ പറ്റും. ഇത് വിടുകയും എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് വിടുമ്പോ അത് ദണ്ഡിയല്ല. ദണ്ഡിനെ സ്വീകരിച്ചും വിടുമ്പോ അവന് ദണ്ഡി എന്ന് പറയാൻ പറ്റും. അപ്പൊ അവൻ സദാസമയവും അവൻ അങ്ങനെ ഒരു ഭാവമുണ്ട്, ദണ്ഡില്ലാത്ത ഒരു ഭാവമുണ്ട്. അതേസമയം തന്നെ അവൻ ഇതിനെടുക്കുകയും വിടുകയും ചെയ്യും. ഇത് രണ്ട് ഭാവത്തിലും നിൽക്കുകയാണ്. അപ്പോൾ വിവേകം രാധക ബുദ്ധി, വിവേകബുദ്ധി വീക്ഷതേ, അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇതാണ് പരമാർത്ഥം. ഈ പ്രക്രിയകൾ, മാനസിക പരിണാമങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതാ ചിത്തത്തിനോടുള്ള ചിത്തിന്റെ താതാത്മ്യഭാവത്തിലാണ് സംഭവിക്കുന്നത്. കേവലമായ ചിത്തിൽ സംഭവിക്കുന്നില്ല, കേവലമായ ചിത്തത്തിൽ സംഭവിക്കുന്നില്ല. ആ താതാത്മ്യത്തിലാണ് സംഭവിക്കുന്നത്. ശരി, അങ്ങനെ ഒരു താതാത്മ്യം വാസ്തവത്തിൽ വന്നിട്ടുണ്ടോ? ഇവിടെ പാലും വെള്ളവും കലർന്നതുപോലെ പരമാർത്ഥത്തിൽ കലർന്നിട്ടുണ്ടോ? ഇല്ല.
അങ്ങനെ ഒരു പരമാർത്ഥത്തിലുള്ള ഒരു കലർപ്പ് അവിടെയില്ല. എന്തുകൊണ്ട്? സാക്ഷിഹം അദോഹം അവിക്രിയ. ഈ ചിത്ത് സദാ സാക്ഷിരൂപത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എന്താണ്? അഹം, ഞാനാണ് ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഞാനെന്നുള്ള അനുഭവത്തിന്റെ വാസ്തവം എന്താണ്? ഞാനെന്നുള്ള അനുഭവത്തിന്റെ വാസ്തവ സ്വരൂപം ഞാനെന്ന് പറയുന്ന ഈ സ്വരൂപമല്ല, മറിച്ച് അത് കേവല ചൈതന്യമാണ്. കേവല ചൈതന്യത്തിലെ ഒരു പ്രതിഫലനമാണ് ഞാനെന്ന് അനുഭവിക്കുന്നത് എന്ന് ആര് പറയുന്നു? ബുദ്ധി, വിവേകി പറയുന്നു, വിവേകം പറയുന്നു. അതിനപ്പുറം ഈ സാക്ഷിയുടെ അനുഭവം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നൊന്നും സംഭവിക്കത്തില്ല. അതാണ് പറയുന്നത്, ന ദൃഷ്ടേഹി ദൃഷ്ടാരം പശി. ഈ ദൃഷ്ടി രൂപത്തിലിരിക്കുന്ന ഞാൻ, അതിന്റെ ദൃഷ്ടാവ് സാക്ഷി, അതിങ്ങനെയാണെന്ന് ഈ ദൃഷ്ടി തന്നെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എവിടെയാണോ അവിവേകം വരുന്നത്, ജീവന്റെ ചിതാഭാസന്റെ തലം, അവിടെ വിവേകം വരും. അതാണ് അനാത്മവിവേകം. ആ വിവേകബുദ്ധി ബോധിപ്പിക്കുന്ന എന്താണ്? ഈ താദാത്മ്യം, ചിത്ത താദാത്മ്യം. ഇത് പരമാർത്ഥമല്ല. ഇവിടെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യമാണ്. അത് ആണ് തന്റെ വാസ്തവ സ്വരൂപം. ഇതെല്ലാം ബോധിക്കുന്നതും ബോധിപ്പിക്കുന്നതും നിഷേധിക്കുന്നതും ഇതിനോട് ഇട്ടിരിക്കുന്നതുമെല്ലാം താതാത്മ്യപ്പെടുന്നതുമെല്ലാം ഈ അഹം സ്ഫുരണത്തിലൂടെ അനുഭവപ്പെടുന്ന ജീവൻ അല്ലെങ്കിൽ ചിതാഭാസനാണ്. വിവേകവും അവിവേകവും അതിനാണ്, വിദ്യയും അവിദ്യയും അതിനാണ്, ബന്ധവും മോക്ഷവും എല്ലാം അതിനാണ്, സാക്ഷിക്കല്ല. എന്തുകൊണ്ട്? അത് അവിക്രിയമാണ്, അതിലൊന്നും സംഭവിക്കുന്നില്ല. അത് അവിക്രിയമാണെന്ന് ബോധിപ്പിക്കാനേ കഴിയും. അപ്പോൾ അതിന് സമാനം പറയാണ്, ദൃഷ്ടേഹേ ദൃഷ്ടാരം, ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ കാണാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. എന്ന് ആത്മസാക്ഷാത്കാരം എന്നും പറയും, അറിയുന്നു എന്നും പറയുന്നു. ഇത് രണ്ടും ശരിയാണ്. ചൈതന്യത്തെ വെളിപ്പെടുത്തുന്നതല്ല ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. മറിച്ചെന്താണ്? ഈ വിവേകം അതിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ആരെ ബോധിപ്പിക്കുന്നത്? അതിനെ തന്നെ. ആരാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻ തന്നെയാണ് ഇത് ബോധ്യപ്പെടുന്നത്. ഇവിടെ രണ്ടാമതൊരാളല്ല ബോധ്യപ്പെടാൻ. ആ വിവേകിയായവൻ, വിവേകിയായ ചിതാഭാസൻ. വിവേകി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകമുള്ളവൻ. അവനാണത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടെന്താ വിശേഷത? ഈ സ്വദുഃഖാദികളോടുകൂടി താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ജീവൻ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാണോ ഉള്ളത്, ആ താതാത്മ്യം കൊണ്ട് എന്താണ് സ്വദുഃഖാദി അനുഭവം? സംസാര അനുഭവം. ആ സംസാര അനുഭവം എവിടെയാണ്, ആർക്കാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേകജ്ഞാനമുണ്ടാകുന്നു. ഈ സംസാരാനുഭവവും ഈ വിവേകവും ബന്ധവും മുക്തിയും എല്ലാം ഈ ചിതാഭാസനിലാണ് സംഭവിക്കുന്നത്. സാക്ഷ്യം അവിക്രിയ. അതുകൊണ്ട് ദണ്ഡം എടുക്കുമ്പോൾ അവൻ ദണ്ഡിയായിരിക്കുന്നു, ദണ്ഡത്തെ വിടുമ്പോൾ അവൻ ദണ്ഡിയല്ലാതാകുന്നു. അതുപോലെ ഈ വികാരങ്ങളോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. ഈ താതാത്മ്യത്തെ വിടുമ്പോൾ താൻ സുഖദുഃഖാദികളില്ലാത്തവനായ കേവല സാക്ഷിയായിരിക്കുന്നു. അതാണ് തന്റെ സ്വഭാവം എന്ന് ബുദ്ധി രാധക വീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഈ ചിതാഭാസന്റെ തലത്തിൽ എന്ത് സംഭവിക്കാം, അവിടെ എന്ത് സംഭവിക്കാം, ഏത് തരത്തിലുള്ള സമാധികളും അവിടെ സംഭവിക്കാം. എല്ലാ സമാധിയും ഈ ചിതാഭാസനാണ്, ദൃഷ്ടാവിനാണ് സമാധി.
സാക്ഷി സ്വയം തന്നെ സമാധി സ്വരൂപമാണ്. അവിടെ രണ്ടാമതൊരു സമാധിയുടെ ആവശ്യമില്ല. ഇതിന്റെ സ്വരൂപം തന്നെ എന്താണ്? സമാധീയതേ, സമ്യക് ആധീയതേ അസ്മിൻ. അത് നിർവികാരിയായിരിക്കുന്നത്. പിന്നെ വേറെന്ത് സമാധിപരാണ്? സമാധി അതിന്റെ സ്വരൂപമാണ്, നിർവികാര സ്വരൂപം. അതിനെ ഗ്രഹിക്കുക, അതിനെ തിരിച്ചറിയുക. അതാണ് തന്റെ സ്വരൂപമെന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ ആ വിവേകത്തിന് സഹായിക്കുന്നു. ഈ അനർഥ താതാത്മ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് സഹായിക്കുന്നു. തന്റെ സാക്ഷി സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഈ അനാത്മസ്വരൂപത്തിൽ നിന്നും വികാര സ്വരൂപത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആ ദ്രഷ്ടാവിനെ അല്ലെങ്കിൽ ആ അറിവിനെ പ്രാപ്തമാക്കുന്നതാണ് അതിന്റെ പ്രയോജനം. അതെങ്ങനെ? അടുത്ത് പറയുന്നു, ശരീന്ദ്രിയ സംഘാത ആത്മത്വേന ഗതാം ധിയം നിത്യാത്മജ്യോതിഷാ ദീപ്താം വിശിംഷന്തി സുഖാദേഹ. അത് ആ സാക്ഷിബോധം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഈ സാക്ഷിബോധം എന്ന് പറഞ്ഞാൽ വെറുതെ പറയും എന്താണ്? ഒരു സാക്ഷിയായിട്ട് നിന്ന് ഇതിനെയൊക്കെ കാണുക എന്ന് പറയും. ഇത് സാമാന്യമായി പറയുന്ന കാര്യങ്ങളാണ്. സാക്ഷിയായിട്ട് നിന്ന് ഇതിനെയൊക്കെ കാണുക എന്ന് പറയും. സാക്ഷി എന്ന് പറയുന്നത് ഇതിനെയൊന്നും കാണുന്നവനല്ല. പിന്നെ എങ്ങനെ സാക്ഷിയായിട്ട് നിന്ന് കാണാൻ പറ്റും? ഇതിനെ കാണുന്നവൻ ആരാണോ സുഖിയും ദുഃഖിയുമായിരിക്കുന്നവനാണ് കാണുന്നത്. ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ, അവനെ ഇത് കാണാൻ കഴിയും. പിന്നെ സാക്ഷിയായിട്ട് നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനൊരർത്ഥമില്ല. സാക്ഷിയായാൽ പിന്നെ അവിടെ കാണലില്ല. എന്തുകൊണ്ട്? കാണൽ വികാരമാണ്. സാക്ഷിയെക്കുറിച്ച് പറഞ്ഞു, എന്നൊരു വികാരമാണ്. പിന്നെന്താ ഈ വിദ്യ സംഭവിക്കുന്നത്? എന്താണ് വിദ്യയുടെ ഫലം? അതെങ്ങനെ തന്നെ സംഭവിക്കുന്നു? അങ്ങനെ പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വന ഗതാന്തിയം നിത്യാത്മജ്യോതിഷാ ദീപ്താം. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ബുദ്ധിയിലാണ്, അറിവിലാണ്, ചിതാഭാസനിലാണ്, ജീവഭാവത്തിലാണ്. അവിടെ ആ ചിതാഭാസൻ അവിവേകത്തോടുകൂടിയിരിക്കുന്നു, വിവേകത്തോടുകൂടിയിരിക്കുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം മാത്രം. ആ വിവേകം എവിടെ സംഭവിക്കുന്നു? തന്റെ അന്തകരണത്തിൽ. അതിനപ്പുറമൊന്നും അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സംഭവിക്കത്തില്ല. അതിനപ്പുറമുള്ള ഒരു അനുഭവവും അദ്വൈത സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതനുഭവമായാലും ശരി, അനുഭവം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം തുല്യമാണ്. നിങ്ങൾ എന്തിനനുഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അനാത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ആത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ചോദ്യം വരും, ആരാ അനുഭവിച്ചത്? ചിതാഭാസൻ, ജീവൻ. അല്ല, ആത്മാവ് സ്വയം ആത്മാവിനെ അനുഭവിച്ചോ? ഇല്ല. എന്തുകൊണ്ടത് സാക്ഷി നിർവികാരനാണ്. അത് സ്വയം അനുഭവിക്കുന്നില്ല, സ്വയം അനുഭവിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അനുഭവത്തിന് എന്തിനാ സ്വയം അനുഭവിക്കേണ്ട ആവശ്യം വരുന്നു? അതിന്റെ സ്വരൂപത്തെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അത് അനുഭവ സ്വരൂപമാണ്, അതിനെ അനുഭവിക്കേണ്ട കാര്യം. എന്നാലും പറയും, വ്യവഹാര ഭാഷയിൽ തത്വത്തെ അന്യനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ ശാസ്ത്രവും ആചാര്യന്മാരും എല്ലാം ഇതിന്റെ അനുഭവത്തെക്കുറിച്ച് പറയും. ആത്മാനുഭവമെന്നും ആത്മസാക്ഷാത്കാരമെന്നും എല്ലാം പറയും. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വേന ഗതാന്തിയം. ശരീരേന്ദ്രിയ സംഘാതത്തെ ഇപ്പൊ താൻ ഗ്രഹിച്ചിരിക്കുന്നു, ഈ ബുദ്ധി ഗ്രഹിച്ചിരിക്കുന്നു. ഏത് ബുദ്ധിയാണ്? ഇതിനോട് താതാത്മ്യഭാവത്തിൽ വന്ന ബുദ്ധി തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു. ഇതിനോട് വരുന്ന ആ താതാത്മ്യഭാവം തന്നെ ഇതിന്റെ ഗ്രഹണമാണ്.
ശരീര ഇന്ദ്രിയങ്ങളിലോടുകൂടി ബുദ്ധിക്ക് താതാത്മ്യമാണ്. ആ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീര ഇന്ദ്രിയാദികളുള്ള അഹം എന്ന് പറയുന്ന ബോധം, അതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. താതാത്മ്യം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമല്ല, കേവലമായ, മറിച്ച് സ്വാനുഭവമാണ്. ശരീരത്തിൽ അഹം ഞാനെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഇതെന്നുള്ള ബോധം, ഏതായാലും കുഴപ്പമില്ല, വന്നോ അവിടെ ആ താതാത്മ്യം സംഭവിച്ചു. അത് തന്നെ താതാത്മ്യം. ആ ബോധമാണ് ശരീരത്തെ ബോധിപ്പിക്കുന്നത്. ഇത് തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെ സുഖദുഃഖാദികളിൽ സംഭവിക്കുന്നു. അപ്പോൾ സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്താണ്? അഹം സുഖി എന്നുള്ള അനുഭവം. അതാണ് സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് താതാത്മ്യം എന്ന് പറയുന്നു? അവിടെ സുഖം എന്ന് പറയുന്ന വിഷയത്തെയും ബോധത്തെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അഹം എന്ന് പറയുന്ന ആ ബോധത്തിന്റെ തന്നെ സ്ഫുരണമാണ്. ദുഃഖം അന്ധക്കരണത്തിന്റെ പരിണാമമാണ്. ഇതിനെ വേർതിരിച്ചിട്ട് ഇത് ദുഃഖമാണ്, ഇത് ബോധമാണെന്ന് ആർക്കും വേർതിരിക്കാൻ സാധ്യമല്ല. എപ്പോൾ ഈ അനുഭവം ഉണ്ടോ അപ്പോൾ വേർതിരിക്കാൻ സാധ്യമല്ല. ഇനി വേർതിരിച്ചാൽ നമുക്ക് അതിനെ താത്വികമായി വേർതിരിക്കാൻ പറ്റും. വിവേകത്തിന്റെ തലത്തിൽ വേർതിരിക്കാൻ പറ്റും. ആ വിവേകത്തിന്റെ തരത്തിലുള്ള വേർതിരിവാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ല അനുഭവത്തിലെ മാറ്റമല്ല സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുഭവത്തിൽ മാറ്റം വരുന്നതാണ്. അനുഭവത്തിൽ മാറ്റം വരത്തില്ല. അനുഭവം ഇങ്ങനെ, അതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് വീണ്ടും അംഗീകരിക്കുന്നത്. തത്വജ്ഞാനിക്കും പ്രാരബ്ധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തത്വജ്ഞാനിക്കും ശീതോഷ്ണാദികൾ ശീതോഷ്ണാദികളായി തന്നെ അനുഭവിക്കും. ഉഷ്ണമായിട്ടും ശീതമായിട്ടും തന്നെ ശരീരത്തിലുള്ള അഹംബുദ്ധിയോ, ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടത്തില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടത്തില്ല, ഇതം ബുദ്ധി നഷ്ടപ്പെടത്തില്ല. തത്വജ്ഞാനിക്കും ഇതം ബുദ്ധി നിലനിൽക്കുന്നതാണ്. ഇത് അഗ്നിയാണ്, ഇത് ജലമാണെന്നുള്ള ഇതം ബുദ്ധി നശിക്കുന്നില്ല. നശിച്ചാൽ പിന്നെ വ്യവഹാരമില്ല. അത് നശിക്കുന്നത് സുഷുപ്തിയിലേ ഉള്ളൂ. ഇതം ബുദ്ധി നശിക്കുന്നു, അവിടെ വ്യവഹാരമില്ല. ജാഗ്രതയിലിരിക്കുന്നു, ആ ഇതം ബുദ്ധി നശിക്കുന്നു. അത് ബാഹ്യമായ പദാർത്ഥങ്ങളിൽ എങ്ങനെയാണോ ഇതം ബുദ്ധി ഇരിക്കുന്നത് അതുപോലെ ശരീരത്തിലും ഇരിക്കും, തത്വജ്ഞാനിയിലും ഇരിക്കുന്നു. ഇതാരുടെ ശരീരമാണ് എന്ന് ചോദിച്ചാൽ തത്വജ്ഞാനി എന്ത് പറയും? നിന്റെ ശരീരം എന്ന് പറയില്ല, ഇതെന്റെ ശരീരമാണ് എന്നേ പറയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ കൃത്രിമമായ ഭാഷയിൽ പറയും. ചിലർ തത്വജ്ഞാനം ഉണ്ടെന്ന് ഭാവിക്കാൻ വേണ്ടി തന്നെ കുറിച്ച് പറയും ഇത് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഫലത്തിലൊന്നാണ്. ഇതെന്ന് പറയുന്നത് എനിക്ക് വിവേകമുണ്ട്, ഞാൻ എന്റെ ശരീരത്തിന് വേറെ കാണുന്നു, അത് ശരീരം ഇതാണെന്നൊക്കെ മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അവനറിയാം ഇതെന്ന് പറയുന്നത് ഞാൻ തന്നെ. ഈ ഇതെന്ന് പറയുന്ന ആള് തലവേദനയായി ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയുന്നത്? എന്റെ തലയുടെ ഈ ഭാഗത്തൊരു വേദനയുണ്ടെന്ന്. അവിടെ ഇതിന് വേദനയെന്ന് പറയത്തില്ല, അവൻ മറന്നു. ഡോക്ടറെ ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടറെ ശരീരത്തിൽ എവിടെയെങ്കിലും കൈവച്ചിട്ട് വേദനയുണ്ടോ ഇവിടെയുണ്ട് എന്ന് തന്നെ പറയും. അപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് പറയുമോ തത്വജ്ഞാനി ഇത് അതിന് വേദനയുണ്ട്, അതിനെ ഒന്ന് ചികിത്സിക്കണമെന്ന്. അപ്പോൾ അഹം ഇതം ബോധം ശരീരത്തിൽ ഉണ്ടായിരിക്കും. തത്വജ്ഞാനം കൊണ്ട് അത് മാറത്തില്ല, വിവേകം കൊണ്ടത് മാറത്തില്ല. അതുകൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യണം? അതില്ലാതാവണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണമെങ്കിൽ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചിട്ട് സമാധിയിലിരിക്കണം. അപ്പോൾ അനുഭവമില്ല. അത് രണ്ടും അല്ലെങ്കിൽ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചാൽ അഹം ഇതം ബുദ്ധി രണ്ടും കാണത്തില്ല.
അല്ലാതെ അത് പോകത്തില്ല. ഉണ്ടെന്നിരിക്കുമ്പോൾ അതൊക്കെ ഇല്ലാതാകുന്നു എന്നാണ് നമ്മുടെ ധാരണ. അത് അബദ്ധമാണ് എന്നത്. പിന്നെ അഹംബുദ്ധി നശിക്കണം, അഹംബോധമില്ല എന്നെല്ലാം പിന്നെ പറയുന്നത് എന്തിന്? അത് അജ്ഞന്റേത അഹംബുദ്ധി, അതുപോലെയല്ല വിവേകിയുടേത് അഹംബുദ്ധി, അതുപോലെയല്ല തത്വജ്ഞാനിയുടേത്. അതിനൊക്കെയുള്ള വ്യത്യാസം അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വ്യത്യാസം? ആണിവിടെ പറയുന്നത്. നിത്യാത്മജ്യോതിഷാദീപ്തം. ഇത് ഈ അനുഭവം, അഹംബോധം, ഇത് ബോധം, ഇതല്ല ഈ ശരീരനാശം വരെ തുടരുന്നത്. ഈ ശരീരനാശം എന്ന് പറയുന്നത് തന്നെ ശരീരനാശം കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ശരീരം നശിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയുന്നില്ല. ചിലപ്പോൾ വീണ്ടും ശരീരം വരാം. പക്ഷെ ഇവിടെ വിവേകം കൊണ്ട് ഉള്ള നാശം എങ്ങനെ? നിത്യാത്മജ്യോതിഷാദീപ്തം. ഇത് നിത്യാത്മജ്യോതിസ് കൊണ്ട് പ്രകാശിക്കുന്നതാണ്. ആത്മജ്യോതിസിനാലുള്ള പ്രകാശമാണ്. ഞാൻ ദുഃഖി, ഞാൻ സുഖിയാണെന്നുള്ള അനുഭവം, അതുപോലെ ഇതെന്റെ ശരീരമാണെന്നുള്ള അനുഭവം, ഞാൻ ശരീരമാണെന്നുള്ള അനുഭവം, ഇതെല്ലാം ആത്മജ്യോതിസിൽ പ്രകാശിക്കുന്നതാണ് എന്നുള്ള വിവേകം കൊണ്ട് വിശിംഷന്തി സുഖാദേഹ. ആ വിവേകത്തിലൂടെ ഗ്രഹിക്കുന്നു. തത്വജ്ഞാനി ഈ ശരീരത്തിലുള്ള അഹംബോധം, പ്രപഞ്ചത്തിലുള്ള ഇതം ബോധം, ഇതെല്ലാം ശരീരനാശം വരെ നിലനിൽക്കുന്നതാണെങ്കിലും ഈ വിവേകത്തിലൂടെ നിത്യാത്മജ്യോതിഷാദീപ്തം എന്നുള്ള വിവേകത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നു. അതാണ് അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം മാത്രം, അല്ലാതെ വ്യത്യാസമില്ല. അപ്പോൾ അജ്ഞന്റെയും ജ്ഞാനിയുടെയും അനുഭവത്തിൽ വ്യത്യാസമില്ലേ എന്ന് ചോദിച്ചു. ആ അനുഭവത്തിലുള്ള വ്യത്യാസത്തെയാണ് പറയുന്നത് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം, അത് കാര്യമായ വ്യത്യാസമാണ്. പക്ഷെ ആ വ്യത്യാസത്തിന് അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു ചോദ്യം വരുന്നു. ശരീരത്തിൽ ഉള്ള ആത്മബോധം സർവപ്രാണി സാധാരണമായിരിക്കുന്നു. തത്വജ്ഞനിൽ വിവേകം വരുന്നു. എന്താണ് ആ വിവേകം? ഇത് ഈ ബോധം സുഖദിക്കാദികൾ ഉൾപ്പെടെയുള്ള സർവ്വതും ആത്മജ്യോതിസിനാൽ അനുഭവപ്പെടുന്നതാണ്. തന്റെ സ്വരൂപം കേവല ആത്മജ്യോതിസാണ്. അത് നിർവികാരമാണ്. അതുകൊണ്ട് അതിൽ ഈ അഹന്താദി വികാരങ്ങളില്ല, അഹമിതം തുടങ്ങിയ വികാരങ്ങളില്ല. ഈ ബോധം, ഇത് നിശ്ചയാത്മകമായ ബോധം, ഈ ബോധത്തിൽ അജ്ഞാന സംശയാദികളൊന്നുമില്ലാത്ത ഈ ബോധം ഈ ശരീരബോധത്തെ ബാധിക്കത്തില്ലേ? ഈ ബോധം ശരീരബോധത്തെ ബാധിക്കും. പക്ഷെ ബാധയെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ശരീരബോധം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ബാധയുടെ സ്വഭാവം അതാണ്. ഒരു വസ്തുവിന്റെ വാസ്തവ ബോധമുണ്ടായാൽ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അവാസ്തവ ബോധങ്ങൾ ഇല്ലാതാകുന്നു. അത്രേ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ അവാസ്തവ ബോധം എന്താണ്? ഞാൻ വികാരിയാണ്, എന്നിൽ സുഖദുഃഖങ്ങളുണ്ട്, ഈ ശരീരം എന്റേതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തോടു കൂടിയവനാണ്. ഇങ്ങനെയുള്ള അവാസ്തവമായ ബോധങ്ങൾ, ഇതിന് മിഥ്യാബോധം എന്ന് പറയുന്നു. ഈ ബോധങ്ങളെ ബാധിക്കുന്നു.
ഈ ബോധങ്ങളെ ബാധിക്കുമ്പോൾ ഈ അനുഭവം തുടരുമോ? ഞാൻ എന്നെ തുടർന്നു വരുന്ന വികാര വിചാരങ്ങൾ, ശരീരബോധം, ഇതിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോധത്തെ ഇല്ലാതാക്കുകയാണോ? ബാധ എന്ന് പറയുന്നുണ്ട്, അത് ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ സത്യസ്ഥിതി ബോധിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു മരീചിക കണ്ടിട്ടിത് ജലമല്ല എന്ന് ബോധിക്കുന്നു, പക്ഷെ ആ അനുഭവം ജലപ്രതീതി അത് തുടരുന്നു. അതുപോലെ തത്വജ്ഞനും എന്ത് ചെയ്യുന്നു? ഈ സുഖാദികളെ വേർതിരിക്കുന്നു തന്നിൽ നിന്ന്, വിശിംശന്തി, അതിനെ വ്യത്യസ്തമാക്കുന്ന അനുഭവം കൊണ്ട് അതിന്റെ പ്രതീതി നിലനിൽക്കുന്നു ഇല്ലേ എന്നുള്ളത് ഒരു പ്രാധാന്യമില്ല. കാരണം പ്രതീതി ഇല്ലാത്തതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. കാരണം സുഷുപ്തിയിൽ ഇതിന്റെ പ്രതീതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടായി? എത്രയോ കാലം താൻ സുപ്തനായിരുന്നു, അഹംബോധവും ഇതംബോധവും ഒന്നും ഇല്ലാതെ എന്താ വിശേഷം ഉണ്ടായി? ഈ പ്രതീതി ഇല്ലാതിരിക്കുക, അതുകൊണ്ട് യാതൊരു വിശേഷവും. താൻ സമാധിയിൽ പോയിരുന്നു പ്രതീതിയെ നശിപ്പിച്ചാലും അബോധനായി ഈ പ്രതീതി ഇല്ലാതാക്കിയാലും വിശേഷിച്ചൊന്നുമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പം വീണ്ടും ഈ പ്രതീതി അതുപോലെ തരും. എന്തു ചെയ്യുന്നു? ഈ സാക്ഷിബോധം കൊണ്ട്, സാക്ഷിയെക്കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ സാക്ഷിയെക്കുറിച്ചുള്ള സംശയരഹിതമായ ജ്ഞാനം എന്ത് ചെയ്യുന്നു? ആ ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞ് നിത്യാത്മജ്യോതിഷാദീപ്താം. ഇത് നിത്യാത്മജ്യോതിസിൽ പ്രകാശിക്കുന്നതാണ്. ഇതെല്ലാം അഹംബുദ്ധി, ഇതം ബുദ്ധിയും സുഖദുഃഖാദി അനുഭവങ്ങളുമെല്ലാം എന്നുള്ള ബോധം കൊണ്ട് ഇതിനെ ബാധിക്കുന്നു. ആ പ്രതീതി തുടർന്നാലും അതിന് പറയും എന്താണ്? ബാധിത അനുവൃത്തി. ബാധിതമായി അത് തുടരുന്നു. അനുവൃത്തി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒന്നാണ്. അത് ആദ്യം പറഞ്ഞത് എന്താണ്? ആ തത്വജ്ഞാനിക്കും അഹന്ത മമതാദികൾ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ബാധിതം എന്നുള്ള നിലയ്ക്ക് അതില്ല, അതിന്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അനുവൃത്തി എന്നുള്ള നിലയ്ക്ക് അതെല്ലാം ഉണ്ട്. അതുകൊണ്ടെന്താ വിശേഷത? അതാണ് മുക്തി എന്ന് പറയുന്നത്. അജ്ഞനെ പോലെ അനുവൃത്തി കൊണ്ട് അവൻ മുക്തനാകുന്നില്ല. ജലമില്ല എന്ന് ബോധ്യപ്പെട്ടു, അത് കേവലം പ്രകാശമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കാഴ്ച കൊണ്ട് അവൻ ബദ്ധനാകുന്നില്ല. എന്നുകൊണ്ട് ആ ജലത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യുന്നു? അവന് വിവേകജ്ഞാനം കൊണ്ട് അവൻ നിശ്ചന്തനായിരിക്കുന്നു. ആ അജ്ഞവ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ജ്ഞാത വ്യവഹാരം, ജ്ഞാനിയുടെ വ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സാക്ഷിയെക്കുറിച്ച്, ഇവിടെ തത്വജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷിയെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കുന്നത്. ആ സാക്ഷിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നതാണ് തത്വജ്ഞാനം. സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം, അതാണ് തത്വജ്ഞാനം. ആ സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം അത് തത്വജ്ഞാനമായതുകൊണ്ട് അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അതാണ് സാക്ഷിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അത് ജ്ഞാനിയുടെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും അത് നിത്യമുക്തനാണ് എന്ന് വെച്ചാൽ അത് മുക്തന്റെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നു. രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതിന് മധ്യത്തിന് നിൽക്കുന്നത് എന്താണ്? ഈ അനുഭവങ്ങൾ സുഖദുഃഖാദി നിത്യാത്മജ്യോതിസാദീപ്താം എന്ന് പറഞ്ഞ ഈ സുഖദുഃഖാദി അത് സാക്ഷി. ഇതിന് മധ്യത്തിൽ വരുന്ന എന്താണ്? ഈ വിവേകം. ആ വിവേകം അതിന് ആത്മാനാത്മവിവേകം എന്ന് പറയുന്നു. ആ വിവേകം രണ്ടിനെയും ബോധിപ്പിക്കുന്നു. എന്താണ്? ഈ അനുഭവങ്ങളെ ബാധിതമായി ബോധിപ്പിക്കുന്നു, സാക്ഷിയെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. ഇതാണ് തത്വജ്ഞാനം. ആത്മാനുഭവം എന്ന് പറയുന്നതോ ഈ വിവേകത്തെയാണ് ആത്മാനുഭവം. അതല്ലാതെ മറ്റൊരു ആത്മാനുഭവമില്ല. അദ്വൈത മതമനുസരിച്ച് ആത്മാനുഭവം എന്ന് പറയുന്നത്.
അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ദൃഷ്ടേഹേ ദൃഷ്ടാരംഭസി വിജ്ഞാതാരമരെ കേന വിജാനിയ. അതിന് വാർത്തകാരം വ്യാഖ്യാനിച്ചാണ് അതിന്റെ സൂക്ഷ്മമായ തലത്തിൽ. അത് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്താണ് ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛായ വിഷയമായ ദുഃഖിദോഹം സുഖിദോഹം ഇത്യാദി പ്രത്യക്ഷ വിജ്ഞാനം. ഈ പ്രത്യക്ഷ വിജ്ഞാനത്തിന്റെ നില ഇതാണ്. അവിടെയാണ് വിവേകം കൊണ്ട് അതിന് ബാധ സംഭവിക്കേണ്ടത്. അയം അഹമിതി വിഷയേന സമാനാധികരണ്യ ഉപചാര നാന്യ അതോ അസ്തി ദൃഷ്ട ഇതി അന്യാത്മപ്രതിഷേധാച്ച. നമ്മൾ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അയമഹമിതി നമ്മൾ സാധാരണ പറയുന്ന ഈ ഞാൻ പറയുന്നു നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഈ ഞാനെന്ന് പറയുന്ന ആരെയാ? ഈ ഞാനെന്ന് പറയുന്നു. ഞാനെന്ന് പറഞ്ഞാൽ പോലെ ഈ ഞാനെന്ന് എടുത്തെന്തിനു പറയണം? ഈ ഞാനെന്നുള്ള ഈ അനുഭവം തന്നെ വ്യക്തമാണ്. അയം ഇതം ശബ്ദമാണ്. സംസ്കൃതത്തിൽ ഇതം എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഈ ഏതെങ്കിലും തന്റെ മുമ്പിലുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്. ഈ പുസ്തകം, ഈ മേശ. അവിടെ പറയുകയാണെങ്കിൽ എന്തുവരും? ഇതം എന്ന് പറയും. ഇതം പുസ്തകം എന്ന് പറയും. മലയാളത്തിൽ ഈ പുസ്തകം എന്ന് പറയും. അയം ദേഹ പുല്ലിംഗമായിട്ട് ഈ ദേഹം എന്ന് പറയും. എന്നിട്ട് വരുന്നു അഹം, അയമഹം, ഈ ഞാൻ. അഹത്തിനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ഇതമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നേരെ വിപരീതമാണ് ഇതം. യുഷ്മദസ്മി പ്രത്യേകോ യുഷ്മത് ശബ്ദം കൊണ്ട് പറയുന്നത് ആണ്. അവിടെ നീയെന്നോ ഇതെന്നോ പറയാം, രണ്ടും ചേർത്ത് പറയാം. അഹത്തിന് വേറെ ഒരു പര്യായമില്ല. എന്നുവെച്ചാൽ മറ്റൊരു പദമില്ല. ബാക്കി ഏത് പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായി അതിനെ ബോധിപ്പിക്കാൻ പറ്റും. അതിന് വിരുദ്ധമായി ബോധിപ്പിക്കാവുന്ന രണ്ട് പദങ്ങളാണ്. ഒന്ന് ഇതം എന്ന്, മറ്റൊന്ന് നീ. ഈ രണ്ടാണ്. ഇത് രണ്ടിതിനെ വിരുദ്ധമേ ബോധിപ്പിക്കത്തുള്ളൂ. അഹം ശബ്ദത്തിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് അഹമെന്ന് ബോധിപ്പിക്കുന്നത് എപ്പോഴും തന്നെ. മറ്റൊന്നിനെ അതുകൊണ്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതം ത്വം ശബ്ദങ്ങളെ കൊണ്ട് താനൊഴികെ ബാക്കി സർവത്തെയും ബോധിപ്പിക്കാം. അങ്ങനെ ഇരിക്കെ അയമഹമെന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ പറയുന്നതിന് കാരണം അവിടെ അഹം താൻ തന്നിൽ നിന്നും ഭിന്നമായ ഒന്നിനെ കൂടെ ബോധിപ്പിക്കുന്നുണ്ട്. എനിക്ക് തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ ബോധിപ്പിക്കണം. അതിനാണ് അയമഹം, ഈ ഞാനെന്ന് പറയുന്നത്. അവിടെ ഈ എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് എന്താണ്? തനിക്ക് പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന ഒന്ന്. എന്താണത്? ഈ ശരീരം, ഈ ശരീരസംഘാതം, അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡം, അതിനാണ് ഈ എന്ന് പറയുന്നത്. അയമഹം. ഇതാണോ സർവ്വതും? ഈ ശരീരേന്ദ്രിയ മനസ്സോടുകൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡമാണോ? അല്ല. അതുകൊണ്ടാണ് അവിടെ അഹം എന്ന് വേറെ പ്രയോഗിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് അഹമെങ്കിൽ എന്തിന് അഹം ശബ്ദം പ്രയോഗിച്ചു എന്ന് സമാനം പറയും. അഹം ശബ്ദത്തെ പ്രയോഗിച്ചത് ഈ പിണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്നുണ്ട്. അതിനെ ഇതം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, ത്വം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, രാമനെന്നോ കൃഷ്ണനെന്നോ ഒരു ശബ്ദം കൊണ്ടും പറയാൻ വയ്യ. നീ ആരാണ് പറയും? അഹം ദേവദത്ത, ഞാൻ ദേവദത്തനാണ്. ശരി, അഹം എന്ന് മാത്രം പറഞ്ഞാൽ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടത്തില്ല. അഹം സർവ്വസാധാരണമാണ്.
നീ ആരാണ്? കസ്തും, നീ ആരാണ്? അഹം, ഉത്തരം ആയോ? ഇല്ല. അവിടെ പറയണം ദേവദത്ത. എന്തുകൊണ്ട്? അത് ഈയമഹം എന്ന് പറയുന്നവരാണ്. ഈ ശരീരം, അതിനാണ് ദേവദത്തൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ശരീരമാണോ എന്ന് തന്നെ ബോധിപ്പിക്കുകയാണ്. അതിന് അഹം എന്നുള്ള ശബ്ദം പറഞ്ഞില്ലെങ്കിലും കസ്തും, നീ ആരാണ് പറയുന്നു. ഉത്തരം ദേവദത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് അഹം എന്നുള്ള ശബ്ദം. ശബ്ദരൂപത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ. അഹം ദേവദത്ത എന്നാണ്. അപ്പൊ തന്നെ ബോധിപ്പിക്കണമെങ്കിൽ കേവലം അഹം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചാൽ അവിടെ അഹം ശബ്ദം തനിയെ വന്നു ചേരും, പറയേണ്ട ആവശ്യമില്ല. ദേവദത്ത എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അഹം വരും. അഹത്തെ നമുക്ക് ഒഴിവാക്കാൻ വയ്യ. എന്നാൽ തന്നെ ബോധിപ്പിക്കാൻ മറ്റൊന്നുകൂടി വേണം. മറ്റെന്തിനാണ് അവിടെ ആശ്രയിക്കുന്നത്? അയം, ഈ ശരീരത്തെ. ഇതെന്തിനെ ബോധിപ്പിക്കുന്നു? ഇതിനുള്ള പറയുന്നു സമാനാധികരണ്യം. ഇതിങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ. അഹം ശബ്ദത്തിലൂടെ ഇതിനെ ബോധിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ പിന്നീട് അയമെന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. അഹം ശബ്ദത്തിലൂടെ ഈ ശരീരം മാത്രം ബോധിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ദേവദത്തൻ എന്ന് പറയേണ്ട കാര്യമില്ല. അഹം ശബ്ദം കൊണ്ട് മാത്രം ബോധിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? ഞാൻ രാമനാണ്, രാമശബ്ദം കൂടെ പ്രയോഗിക്കുന്നു. ഇതിങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ രണ്ടും ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുന്നു? അയമഹം എന്നിങ്ങനെ പറയുന്നു. താദാത്മ്യം, ഇതിന് അധ്യാസം, ഈ അനുഭവത്തെ പറയും. ഈ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ രണ്ടുണ്ട്. ഒന്ന് അഹമാണ്, മറ്റൊന്ന് ഇതമാണ്. രണ്ടുണ്ടായിട്ടും വിശേഷമൊന്നുമില്ല. എന്തുകൊണ്ട്? രണ്ടും കൂടി ഇവിടെ ഇപ്പോൾ ഒന്നായിപ്പോയി, ഏകമായിപ്പോയി. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഏകമായെങ്കിലും ഒന്ന് വിഷയിയായും മറ്റൊന്ന് വിഷയമായും ഇരിക്കുന്നു. ഒന്ന് അറിയുന്നവനായും മറ്റൊന്ന് അറിവിന്റെ വിഷയമായും ഇരിക്കുന്നു. അഹമെന്ന് പറയുന്നത് അറിയുന്നവനായിരിക്കുന്നു. എന്തിനെ അറിയുന്നവനായി? പിണ്ടത്തെ അറിയുന്നവനായി. അതുകൊണ്ട് അതിനെ വിഷയി എന്നറിയാം. വിഷയം ഉള്ളവൻ, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. സ്വയം അഭേദമായിരുന്നിട്ടും വേർപിരിക്കാൻ കഴിയാതിരുന്നിട്ടും ഒന്ന് വിഷയിയായും ഈ പിണ്ഡം വിഷയമായും ഇരിക്കുന്നു. സാധാരണഗതിയിൽ അഹം, ഞാൻ അറിയുന്നവൻ, പുസ്തകം അറിവിന്റെ വിഷയമായത്, ഇതിന് സമാനാധികരണം വരാൻ പാടില്ല. ഞാൻ പുസ്തകമാണ് എന്ന് വരാൻ പാടില്ല. അങ്ങനെ പറയാറുമില്ല. പുസ്തകോഹം, ഞാൻ പുസ്തകമാണ്, ആരെങ്കിലും പറയാറില്ല. എന്തുകൊണ്ട് പറയാൻ വയ്യ? വിഷയും ഒന്ന് വിഷയവുമാണ്, വിഷയിയുടെ വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു താതാത്മ്യം വന്നിട്ട് പുസ്തകോഹം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നതാണ് അയമഹം, രാമോഹം, ദേവദത്തോഹം എന്നിങ്ങനെ പറയും. ഈ അനുഭവത്തിൽ ഇങ്ങനെ ഏകീഭൂതമായ അനുഭവം, ഇതിനൂടെ ശബ്ദ സമാനാധികരണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനോട് അർത്ഥ സമാനാധികരണം. ഇവിടെ സമാനാധികരണം എന്ന് പറഞ്ഞാൽ താതാത്മ്യമാണ്. അങ്ങനെ താതാത്മ്യം വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് ശരീരം എന്നും പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടിവിടെ വിഷയീഭാവം വന്നിരിക്കുന്നു. എങ്ങനെയാണോ ബാഹ്യമായ പുസ്തകം അന്യമായിരിക്കുന്നത്, അതുപോലെ വിഷയഭാഗം വരുന്നിടത്തൊരു അന്യത്വം വരണം, ഒരു ഭേദം വരണം. ആ ഭേദം എന്താണ്? ഞാൻ വേറെ, ഈ ശരീരം വേറെ എന്നുള്ള ഭേദമാണ്. എന്തുകൊണ്ട്? വിഷയായ ഭേദം വന്നാലേ പറ്റും. അങ്ങനെ ഒരു ഭേദമുള്ളപ്പോൾ ഇവിടെ വിഷയിയായിരിക്കുന്ന ആരാണ്? വിഷയിയായിരിക്കുന്നത് താൻ തന്നെയാണ്. താനെങ്ങനെ വിഷയാകും? താൻ ചൈതന്യമായതുകൊണ്ട്.
ചൈതന്യത്തിന് എങ്ങനെ വിഷയമാകാൻ പറ്റും? ചൈതന്യം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ആ ചൈതന്യമാണോ ഞാൻ? അല്ല. ആ ചൈതന്യം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ. ഞാനും ആ ചൈതന്യത്തിലെ ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ ചൈതന്യത്തിന്റെ ഒരു വിഷയമാണ്. എനിക്ക് ഈ ശരീരം വിഷയമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചൈതന്യം, മറ്റൊന്ന് വിഷയം, അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഞാൻ. എന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആ ചൈതന്യത്തിനും വിഷയമായിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? സർവത്തെയും വിഷയമാക്കുന്നു. അപ്പോൾ ആരാണ് ദ്രഷ്ടാവ്? ഞാനാണ് ദ്രഷ്ടാവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്നെയും ചൈതന്യമാണ് പ്രകാശിപ്പിക്കുന്നത്. അതോ അസ്തി ദ്രഷ്ട. അതുകൊണ്ട് ഞാൻ ദ്രഷ്ടാവാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ശരിയാണ്, ഞാൻ വിഷയിയായിരിക്കുന്നു, ശരീരമായ വിഷയത്തെ അറിയുന്നു, പ്രപഞ്ചമായ വിഷയത്തെ അറിയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ദ്രഷ്ടാവാകാൻ കഴിയത്തില്ല. ഞാൻ എല്ലാത്തിനെയും അറിയുന്നവനാണെങ്കിലും എനിക്ക് അറിയുന്നവനാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാനൊരു അറിവിൽ പ്രകാശിക്കുകയാണ്. അതാണ് ദ്രഷ്ടാവ്, സാക്ഷി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നാന്യ അതോസ്തി ദൃഷ്ട. ഇങ്ങനെ ഒരു സമാനാധികരണ്യം, അഭേദപ്രതീതി, അയമഹം എന്നുള്ള ഈ പ്രതീതി ഉള്ളതുകൊണ്ടും, ഈ പ്രതീതി ഉണ്ടായിട്ട് കൂടിയും ഈ അഭേദപ്രതീതിക്ക് വിഷയമായിരിക്കുന്ന എന്നെയും ഞാനിനെയും ഈ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ളതാണ് സാക്ഷി. എന്നാര് പറയുന്നു? എന്ന് പറയുന്നതാണ് വിവേകം. അതാണ് സാക്ഷിയെക്കുറിച്ചുള്ള ബോധം, ആത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം. അയമഹമിതി വിഷീണ സമാനാധികരണ്യ സമാനാധികരണ്യ അനുഭവമുള്ളതുകൊണ്ട് ആ സമാനാധികരണ്യം പരമാർത്ഥമല്ല. ഈ അനുഭവം അയമഹം, ഈ ഞാനെന്നുള്ള അനുഭവം പരമാർത്ഥമല്ല, പരമാർത്ഥമായ അനുഭവമല്ല. പരമാർത്ഥാനുഭവം എന്താണ്? പരമാർത്ഥമായ അനുഭവം ഈ താദാത്മ്യത്തിനെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം. സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം എന്താണ്? അത് പ്രകാശസ്വരൂപമാണ്. എനിക്ക് എന്നെ അറിയാം, അതിന്റെ അഭിപ്രായ വ്യത്യാസമില്ല. ശരീരത്തെ അറിയുന്നുണ്ട്, ഞാൻ സുഖി ദുഃഖിയാണെന്നുള്ള അനുഭവമുണ്ട്. പക്ഷെ സാക്ഷിയെ ഞാൻ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു സാക്ഷിയുണ്ടല്ലോ. ഇതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആത്മാവിനെ അറിയണം. അതാണ് നമ്മുടെ പരാതി. ആത്മാവിനെ അറിയുന്നില്ല. സമാധാനമാണ് പറയുന്നത്. എന്നാ അന്യ അതോ അസ്തി ദൃഷ്ടം. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ അറിയാൻ ഒരു ദ്രഷ്ടാവ് വേണം. അങ്ങനെ ഒരു ഇല്ലാത്തടത്തോളം കാലം ആത്മാവിനെങ്ങനെ അറിയാൻ കഴിയും? എന്ന് പറയുന്നു, എനിക്ക് ആത്മാനുഭവം വേണം. ആത്മാവിനെ അനുഭവിക്കുന്ന വേറൊരാളുണ്ടായാലേ അത് സാധ്യമാകും. എനിക്ക് പുസ്തകത്തിന്റെ അനുഭവം വേണമെങ്കിൽ പുസ്തകാനുഭവം ഉള്ള ഞാൻ വേറെ വേണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെയൊക്കെ അറിയുന്നത് പോലെയുള്ള ഒരു ആത്മാനുഭവമാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആത്മാവിനെ അറിയുന്ന വേറൊരാൾ വേണം. അയാളാകും ആത്മാവ്. ആത്മാവിനെ അറിയാൻ പിന്നെ വേറെ ഒരു ആത്മാവ് വേണ്ടി വരും. അപ്പം അതാവും ആത്മാവ്. അതിനറിയാൻ വേറെ ഒരു ആത്മാവും. ഈ ആത്മാനുഭവം ഇങ്ങനെ കൂടി തലയ്ക്കകത്ത് പെരുകി അവസാനം ഈ തല തന്നെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നു എനിക്ക് ആത്മാനുഭവമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ താല്പര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ അയാൾ അറിവില്ലാതെ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ലെന്നല്ല പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. നാന്യാദോസ്തി ദൃഷ്ടി. നിങ്ങൾ ആത്മാവിന്റെ അനുഭവം ഉണ്ടെന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ പറയും എന്റെ ഗുരുവിനുണ്ട് ആത്മാവിന്റെ അനുഭവം. എന്തുകൊണ്ട്? ഗുരു ആത്മജ്ഞാനിയാണ്. ആത്മാവിനെ ശരി, ആത്മാവിന്റെ അനുഭവം ആർക്കാണ് ഉണ്ടായത്? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആ അനുഭവിക്കുന്ന ഒരുവൻ ആത്മാവിൽ നിന്ന് വേറെ വേണം.
അതില്ല നാന്യാദോസ്യ ദൃഷ്ടി. പിന്നെ പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ആത്മാവിന്റെ അനുഭവം ആത്മാവിന് തന്നെ ഉണ്ടായി. എന്താ ആത്മാവ് അനുഭവമായിരുന്നില്ലേ? ആത്മാവിന് ഇനി ഒരു അനുഭവം ഉണ്ടാവാൻ. അതുവരെ ആത്മാവ് ജഡമായിരുന്നു, അതിലിപ്പോൾ ആത്മാവിന്റെ അനുഭവം ഉണ്ടായി എന്നാണോ പറയുന്നത്? അല്ലല്ലോ, അങ്ങനെയല്ല. ആത്മാവ് അനുഭവം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ സിദ്ധാന്തം. എന്ന് വെച്ചാൽ ആത്മാവ് ജ്ഞാനമാണ്, സച്ചിദാനന്ദം. ആത്മാവ് ജ്ഞാനമാണെങ്കിൽ പിന്നെ എങ്ങനെയാ ആത്മാവിൽ ഇനിയൊരു അനുഭവത്തിന്റെ ആവശ്യം തോന്നുന്നു? അത് സ്വയം ജ്ഞാനമാണെങ്കിൽ. പ്രകാശത്തിന് എന്തിനാ പ്രകാശത്തിന്റെ ആവശ്യം? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. പിന്നെന്താ അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആത്മാവ് അനാത്മാവ്. ഇതിനെ സംബന്ധിച്ച് വിവേകം ചെയ്യുന്ന ജീവന് ആത്മാവിന്റെ വസ്തുസ്വരൂപം ഇന്നതാണ്, അനാത്മാവ് ഇന്നതാണെന്നുള്ള വിവേകം ഉണ്ടാവും. ആ വിവേകത്തെയാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അല്ല ആത്മാവിനെ അറിയുന്ന അനുഭവം അല്ല. അത് പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. എന്നാ ജ്ഞാതോസ്തി ദുഷ്ട ആയമഹമിതി വിഷീണ വിഷീണ സാമാനാധികരണ്യ ഉപചാര. അതുകൊണ്ട് അയമഹം എന്നും മറ്റും നമ്മൾ പറയുന്നു. ഈ അനുഭവത്തെ വിശകലനം ചെയ്ത് അവിടെ കൊണ്ടെത്തിക്കുകയാണ്. ഈ അനുഭവത്തെ വിശകലനം ചെയ്യുന്നത് ഈ അനുഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഇത് നമുക്കറിയാം. ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അയമഹം, ഞാൻ ശരീരമാണ്. ഇത് പുസ്തകത്തിലൂടെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഇതുമാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്വാനുഭവമാണ്. ആ അനുഭവത്തിനെ വിശകലനം ചെയ്ത് എന്താണ് അതിന്റെ സ്വരൂപം, എങ്ങനെയാണ് അതിനെ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ആത്മാനുഭവം ഉണ്ടാകത്തില്ല. ശരിയാണ്, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും വേണ്ട. അതെ, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും വേണ്ട. നിഷ്പ്രയോജനമാണ് കർമ്മണ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇത് അന്യാത്മപ്രതിഷേധ. അതുകൊണ്ട് അന്യാത്മാവിനോടെ നിഷേധിച്ചിരിക്കുന്നു. ഈ സാക്ഷിയെ കുറിച്ച് അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാത്മാവ് അതിനെ നിഷേധിച്ചിരിക്കുന്നു. ആത്മാനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ജ്ഞാനിയെ ഇവിടെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഉണ്ടാകുകയാണെങ്കിൽ അയാൾ കണ്ടറിഞ്ഞ ആത്മാവ് മറ്റെന്തോ സാധനമാണ്. ഇവിടെ പറയുന്ന സ്വയം പ്രകാശിക്കുന്ന, സ്വയം ജ്യോതിസായിരിക്കുന്ന ആത്മാവല്ല. അതിനെ കണ്ടെത്തില്ല എന്നർത്ഥം. അതിനെക്കുറിച്ചുള്ള വിവേകം ബുദ്ധിയിലുണ്ടാകാം, അത് സംഭവിക്കാം. പക്ഷെ അതൊരിക്കലും ആത്മാവിനെ വിഷയമാക്കത്തില്ല, ശരീരത്തെ വിഷയമാക്കുന്നത് പോലെ. അതുകൊണ്ട് ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഈ അനുഭവങ്ങളെല്ലാം വിഷയധർമ്മമാണ്. ഈ അനുഭവങ്ങളെല്ലാം ഈ വിഷയി അനുഭവിക്കുന്നതാണ്. എന്തായാലും ആത്മാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളെയും വിഷയിയാണ് അനുഭവിക്കുന്നത്, ആത്മാവല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ അനുഭവം, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ഈ ചിതാഭാസനിൽ നടക്കുന്നതാണ്. ചിത്ത് പോലെ ആഭാസിക്കുന്ന, പ്രതീതമാകുന്ന ഒന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെയാണ് താനെന്ന് പറയുന്നത്. പരമാർത്ഥം അത് വെളിപ്പെടുന്നില്ല, ഈ ജീവന് വിഷയമാകുന്നില്ല. അപ്പോൾ ഈ അനുഭവങ്ങളെ മൊത്തത്തിൽ എന്ത് പറയാം? ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം. കാരണം പരമാർത്ഥം വെളിപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ഈ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും പരമാർത്ഥമല്ല. ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ല. അങ്ങനെയെങ്കിൽ അറിവിന് വിഷയമായിക്കൊണ്ടിരിക്കുന്നൊന്നും ആത്മാവല്ല, അനാത്മാവല്ല, അനാത്മാവാണ്. അനാത്മാനാത്മവിവേകം എന്ന് പറയുന്നത്. സർവവും ആത്മാവാണെന്ന് പറയുന്നതോ എന്ന് ചില മനസ്സിൽ തോന്നും. സർവവും അനാത്മാവെന്ന് പറഞ്ഞാൽ അവിടെ സർവവും
പരമാത്മാവാണെന്ന് പറഞ്ഞാൽ പിന്നെ വിവേകമില്ല. ഇതാത്മാവ് ഇതാനാത്മാവെന്ന് വിവേകമില്ല. ഒന്നിനെയും പരമാത്മാവെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് വിവേകം ആവശ്യമായി വന്നത്. അങ്ങനെ വിവേചിക്കുമ്പോൾ ഇതാത്മാവ് ഇതാനാത്മാവ് ആണെന്ന് വിവേചിക്കുന്നു. അതുകൊണ്ട് സുഖദുഃഖാദി അനുഭവങ്ങളെല്ലാം തന്നെ ഈ ജീവന്റേതാണ്. അത് ആ അനുഭവത്തിൽ പരമാർത്ഥത്തെ അറിയുന്നതുകൊണ്ട് ഈ അനുഭവം പരമാർത്ഥമല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഈ അനുഭവങ്ങളൊന്നും പരമാർത്ഥമല്ല. അതിന് വേറെയും യുക്തി പറയുന്നു. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദി അനുഭവങ്ങളാണ് ഇവിടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? ദേഹ അവയവ വിശേഷ്യത്വച്ച സുഖദുഃഖയോ വിഷയധർമ്മത്വം. സുഖദുഃഖാദികളെല്ലാം വിഷയധർമ്മമാണ്, ആത്മധർമ്മമല്ല. എന്തിനാണോ അറിയുന്നത് അവിടെയാണിതല്ല. അത് ദേഹ അവയവ വിശേഷ്യത്വച്ച. എന്തുകൊണ്ട്? സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തലവേദന, പല്ലുവേദന, നടുവേദന, കാലുവേദന, കൈവേദന. എന്തിന്റെ വേദന? കൈയുടെ വേദന. എന്തിന്റെ വേദന? തലയുടെ വേദന. അവിടെ ദേഹ അവയവ വിശേഷ്യമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. എന്തിന്റെ എന്ന് ചോദിക്കുമ്പോൾ തലയുടെ, ദേഹാവയവത്തിന്റെ എന്ന് പറയേണ്ടി വരും. വേദനയെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ പറയാം. തലവേദന മാറി, ഇപ്പം നല്ല സുഖം, തലയ്ക്ക് സുഖം. നെഞ്ചുവേദന മാറി, ഇപ്പം നല്ല സുഖം നെഞ്ചിന്. അപ്പൊ ദേഹ അവയവ വിശേഷ്യമായിട്ടാണ് സുഖദുഃഖങ്ങളെ പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയും. ആരെങ്കിലും പറയാറുണ്ടോ? ബോധത്തിന് സുഖമുണ്ട് പറയാറുണ്ട്, ചൈതന്യത്തിന് ദുഃഖമുണ്ട്. അങ്ങനെ ആരും പറയാറില്ല. ഈ ചൈതന്യ പ്രകാശത്തിലൂടെയാണ് സർവ്വവ്യവഹാരം നടക്കുന്നതെന്ന് തനിക്കറിയാം. കാരണം ആ അറിവ് തന്നെയാണ് ചൈതന്യം. പക്ഷെ എന്നാലും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. ഈ താതാത്മ്യ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നിട്ടും പറയാൻ കഴിയുന്നില്ല. ചൈതന്യത്തിന് തലവേദന, ചൈതന്യത്തിന് നെഞ്ചുവേദന, ബോധത്തിന് നെഞ്ചുവേദന, അത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ വാസ്തവ സ്വരൂപം സാക്ഷിരൂപതയാണ്. കണ്ണാടിയിലെ ദർപ്പണത്തിലെ പ്രതിബിംബം പോലെ ആ സർവത്തെയും പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ്. അതതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അത് പറയാൻ കഴിയാത്തത്. പക്ഷെ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നാനാരൂപങ്ങളുണ്ട്. ആ രൂപങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാം, ഇത് കറുത്തിരിക്കുന്നു, ഇത് വെളുത്തിരിക്കുന്നു, ഇത് സുന്ദരമാണ്, ഇത് വിരൂപമാണ്. എല്ലാം കണ്ണാടി ചൂണ്ടി പറയാൻ കഴിയത്തില്ല. പക്ഷെ പ്രതിബിംബങ്ങളെ ചൂണ്ടി പറയും. അതുപോലെ ഈ ശരീരാവയവ പ്രതിബിംബത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് തലയ്ക്ക് വേദന. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്താണ്? ഇതെല്ലാം പ്രതിബിംബത്തിലാണ്, ആ ബിംബത്തിലല്ല, കണ്ണാടിയിലല്ല. അതാണ് പറയുന്നത്. ദേഹാവയവ വിശേഷ്യത്വച്ച സുഖദുഃഖയോഹോ. സുഖദുഃഖാദികളെല്ലാം, കാമക്രോധാദികളെല്ലാം വിഷയധർമ്മത്വം, വിഷയധർമ്മമാണ്, വിഷയത്തിൽ അനുഭവപ്പെടുന്നതാണ്. എന്താ? സുഖദുഃഖമൊക്കെ ബാഹ്യ വിഷയത്തിൽ, പുസ്തകത്തിലാണോ? അല്ല, മനസ്സ് വരെ വിഷയമാണ്. അപ്പോൾ മനസ്സിന്റെ ധർമ്മമാണോ എന്ന് പറയാം. മനസ്സിന്റെ ധർമ്മം ആയതുകൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് താതാത്മ്യപ്പെടുമ്പോൾ മനസ്സിന്റെ ധർമ്മം എന്നുള്ളതിലേക്ക് അതിന് വിഷയം താതാത്മ്യം വരുന്നു. വിഷയങ്ങളിലും സുഖവും ദുഃഖമൊക്കെ അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ വിഷയസംബന്ധിയായി സുഖദുഃഖങ്ങളെ ഗ്രഹിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ സുഖദുഃഖങ്ങൾ ആത്മധർമ്മമല്ല. ഇത് കൂടുതൽ അതിനെ വിശദീകരിക്കാനോ വെളിപ്പെടുത്താനോ സാധ്യമല്ല. ഇത്രയും വ്യക്തമായിട്ടാണ് ഇവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത്. അല്ല അല്ല എന്നീ നിഷേധിക്കുന്നതല്ല. ആ നിഷേധിക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷമായി ധരിക്കാനല്ല. നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ നിഷേധ്യമായ വസ്തുക്കൾ
അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ ജ്ഞാനം ഉണ്ടാകണം എന്നുള്ളതല്ല. മറിച്ച് ആ നിഷേധം പര്യവസാനിക്കുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിലാണ്, സാക്ഷിയെ വെളിപ്പെടുത്തുന്നതിലാണ്. ആ സാക്ഷിയെ വെളിപ്പെടുക എന്ന് പറയുന്നത് സാക്ഷിയെക്കുറിച്ചുള്ള വിവേകം, അതിനു വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഇതിനെ വേർതിരിച്ചാലേ പറ്റൂ. ശരീര താതാത്മ്യം, സുഖദുഃഖാദി താതാത്മ്യം എല്ലാം അനുഭവിച്ച് താൻ അതാണെന്ന് ഉള്ള അനുഭവത്തിൽ നിന്ന് ഒരു തരത്തിലും മാറി ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ജീവന് സാക്ഷിയെ ബോധിപ്പിക്കണമെങ്കിൽ ഇതിനെല്ലാം പാടെ നിഷേധിച്ചേ പറ്റൂ. അങ്ങനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം വിഷയധർമ്മമാണ്. ഇതൊന്നും ആത്മധർമ്മമല്ല. അതെന്താണ്? അത് ദുഷ്ടഹേ ദുഷ്ടാരം പശ്യേഹി, അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അനുഭവത്തിന് എന്താണ് വിഷയമാകുന്നത്? അതെല്ലാം അസത്യമാണ്. അനുഭവ വിഷയമായിരിക്കുന്നതാണ് സുഖദുഃഖാദികൾ, അതെല്ലാം അസത്യമാണ്. ആത്മാവ് അങ്ങനെയല്ല, അത് സാക്ഷിയാണ്. അത് സർവാനുഭവങ്ങൾക്കും ആധാരമാണ്. അങ്ങനെയും ധരിക്കരുത്. സർവാനുഭവങ്ങൾക്കും ആധാരം എന്ന് പറയുമ്പോൾ സർവാനുഭവങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അനുഭവങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതല്ല. സർവാനുഭവങ്ങളിൽ സാരഭൂതമായിരിക്കുന്ന എന്നർത്ഥം. സാക്ഷി എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്ന ഒന്നൊന്നും ധരിക്കാൻ പാടില്ല. ലൗകികമായ ദൃഷ്ടാന്തത്തെ അത് ശരി, മാറി നിൽക്കുന്നതാണ്. ഇത് ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നതല്ല, മറിച്ചത് സർവത്തിലും സാരഭൂതമായിരിക്കുന്നു. മാറി നിൽക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അപ്പോൾ ഏതിൽ നിന്നും അതിന് മാറാൻ കഴിയും? ഒന്നിൽ നിന്നും അതിന് മാറാൻ കഴിയില്ല. യഥാത്മകം ജഗത്, നേരത്തെ പറഞ്ഞു, ഈ ജഗത്ത് ഏതൊരു സ്വരൂപമായിരിക്കുന്നു അതാണ് സാക്ഷി എന്ന് പറയുന്നത്. അതിൽ പ്രകാശിക്കുന്നതെന്ന് മാത്രമേ അതിനെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റൂ. അതിൽ അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ശബ്ദം കൊണ്ട് അതിനെ പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നില്ല. ഏതൊരറിവാണോ നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരമാർത്ഥമല്ല. അവന് പരമാർത്ഥമായ അറിവെന്ന് പറയുന്നത് എന്താണ്? സാക്ഷിയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. ഏതൊരു അറിവാണോ നമുക്കുണ്ടാകുന്നത് അത് പരമാർത്ഥമല്ല. അപ്പോൾ സത്യ അറിവായ അറിവ്, പരമാർത്ഥമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? അവിടെ അറിവും പരമാർത്ഥവും ഒന്നല്ല, രണ്ടല്ല. അറിവിനെ എപ്പോഴാണോ പരമാർത്ഥമായിട്ട് അറിയുന്നത്, അറിവും പരമാർത്ഥവും രണ്ടല്ല, അതൊന്നല്ല. അതിനെ തന്നെ സാക്ഷി എന്നും പറയും. അതിനെക്കുറിച്ചുള്ള വിവേകത്തിന് വേണ്ടി ഇതിവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത്. ചോദ്യം ഇതായിരുന്നു, സുഖിത്വ ദുഃഖിത്വാദി ദർശന. സുഖിത്വ ദുഃഖിത്വാദികൾ എന്റെ അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിയാണ് എന്നാണ് പറഞ്ഞു വന്നത്. അതിനെ പറഞ്ഞു അതല്ല, സുഖിത്വ ദുഃഖിത്വാദിന്റെ അനുഭവം യഥാർത്ഥമാണോ? നീ വാസ്തവത്തിൽ അസംസാരിയാണ്. ഈ അനുഭവങ്ങളൊന്നും വാസ്തവത്തിലുള്ളതല്ല പറഞ്ഞു. അവിടെ വീണ്ടും ചോദിക്കുന്നു ചോദ്യം. ആത്മനസ്തു കാമായ ആത്മാർത്ഥശ്രുതേരയുക്തമില്ല എത്ര അന്യദിവസ്യാത് അവിദ്യാവിഷയാത് വിഷയ ആത്മാർത്ഥത്വ അഭ്യൂമാ തത്വേന കമ്പശ്യേ നേഹനാനാസ്തി കിഞ്ചന തത്രപോ മോഹ കശോകയുഗത്വമനുപശ്യത ഇത്യാദിന വിദ്യാവിഷയെ തത്പ്രഷേധാച്ച ആത്മധർമ്മത്വം. അത് വേറെ തരത്തിലടുത്ത് പറയുന്നു.